ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വര കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും രോഗശാന്തിയും എല്ലാ നന്മകളും വേണം. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്ക് നാരായണീയം വായിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചത് ദശകം 74 മധുരാപുരി പ്രവേശനം. കാരണം ഭഗവാനെയും കൊണ്ട് അക്രൂരൻ മധുരയിലേക്ക്, കംസൻ്റെ രാജധാനിയിലേക്ക് പോകുവാണ്. അവിടെ യാഗം നടത്തുന്നത് എല്ലാവരും ക്ഷണിക്കുന്ന അനുസരിച്ച് അക്രൂരനെ പറഞ്ഞു വിട്ടു ഭഗവാനെ ക്ഷണിച്ചുകൊണ്ട് ചെല്ലാൻ. അങ്ങനെ രഥത്തിൽ അവർ പോകുന്ന വഴിക്ക് അവിടെ രാജവീതിയിൽ ചെന്ന്, അപ്പോൾ അവിടെ ഒരുപാട് സുഹൃതം ചെയ്ത നഗരസ്ത്രീകളെല്ലാം ഭഗവാനെ എങ്ങനെയാ മനസ്സിൽ കണ്ട് ധ്യാനിച്ചിരുന്ന് കണ്ടപ്പോൾ അതേ രൂപം. അങ്ങനെ അവരെല്ലാ സ്ത്രീകൾക്കും സായുജ്യം കിട്ടി. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ ഒരു രചകൻ വസ്ത്രഭാണ്ഡമായിട്ട് ചെന്നത് എവിടെയാ? കംസന് കൊടുക്കാൻ വരുന്ന വഴി കൊണ്ടുപോകുന്നു. അപ്പോൾ ഭഗവാൻ അത് കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ, നിനക്ക് ഇത് തന്നെ വേണം, രാജാവിൻ്റെ വസ്ത്രം തന്നെ നിനക്ക് വേണം എന്ന് കളിയാക്കി. ഭഗവാൻ എന്ത് ചെയ്തു? അത്രമാത്രം കളിയാക്കി നിന്ദിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല. ഭഗവാൻ അവൻ്റെ തല നുള്ളി അങ്ങ് കളഞ്ഞു. എന്നിട്ട് ഭഗവാൻ അവന് മോക്ഷം കൊടുത്ത്, ഭഗവാന്റെ കയ്യാൽ വധിച്ചതുകൊണ്ട്. പിന്നെ ഒരു നെയ്ത്തുകാരൻ ചോദിക്കാതെ തന്നെ സന്തോഷത്തോടെ ഭഗവാന് വസ്ത്രങ്ങൾ നൽകി. അവനാണെങ്കിലോ വൈകുണ്ഠവാസം അവന് കൊടുത്തു. ഭഗവാൻ നാരായണൻ വസിക്കുന്ന വൈകുണ്ഠവാസത്തിൽ അവിടെ വാസം ഒരുക്കി കൊടുത്തു. അപ്പോൾ എത്രമാത്രം ഭാഗ്യം. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? സന്തോഷത്തോടെ കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു മഹിമ അത് ഭഗവാൻ കാണും. എന്താ അത് മഹിമയെന്ന് പറയുന്നത്? അത്ര ഹൃദയശുദ്ധിയാണ്. ചോദിക്കാതെ ഭഗവാനെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഭക്തിയോടെയും എല്ലാം കൂടെ ചേർന്നൊരു ഒരു എന്താ പറയുന്നതിന്, അത്രമാത്രം ഒരു ആനന്ദ ലഹരിയാണ് ഭഗവാന്. അത് നമ്മൾ ആ ഭഗവാനെന്ന് മാത്രമല്ല, ഒരു ജീവജാലത്തിന് പോലും വിശക്കുന്നൊരു ഒരു ജീവജാലത്തിനെ കണ്ടാൽ നമുക്കുള്ള ഹൃദയം അങ്ങ് അത്രമാത്രം വെമ്പൽ കൊള്ളും. അയ്യോ, അതിന് പെട്ടെന്നാണ് നമ്മളത് കൊടുത്തിരിക്കും. ആ ഒരു വെമ്പൽ, ഹൃദയത്തിൻ്റെ ഒരു വിശാലത, അതാണ് ഈശ്വരൻ നോക്കുന്നത്. അത് ജീവജാലം നിൽക്കുന്ന ഒരു ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലുണ്ടല്ലോ. അതായത് നാക്കെടുക്ക പ്രാണികളാണ് ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മനുഷ്യർക്കാണെങ്കിലോ ചോദിച്ച് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ കൂടുതലും മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് അവർക്ക് ആരാ ഉള്ളത് എന്ന് ചോദിച്ച് കൊടുക്കാനും എടുക്കാനും. അപ്പോൾ നമ്മളെപ്പോലുള്ളവരല്ലേ. അപ്പോൾ അതാണ് ഭഗവാൻ നോക്കുന്നത്. ഇവിടെ ഭഗവാന് തന്നെ കൊടുക്കണമെന്നില്ല, ഈ സർവ്വ ജീവജാലങ്ങളും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ആനന്ദമാണ്. അവിടെ ആ നെയ്ത്തുകാരൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് എവിടെ വാസം ഒരുക്കിയത്? വൈകുണ്ഠത്തിൽ. അതുപോലെ തന്നെ ഒരു മാലക്കാരൻ പൂമാലയൊക്കെ കൊണ്ടു നടക്കുന്ന അദ്ദേഹമാണെങ്കിലോ പിന്നെ ഭഗവാനെ കണ്ടപ്പോൾ പൂക്കളും പൂച്ചെണ്ടും മാലയും എല്ലാം ഭഗവാന് സൽക്കരിച്ച് സ്തുതിച്ച് പ്രസന്നനാക്കി ആ മാലകാരൻ. അവന് കിട്ടിയത്? ഉത്തമമായ ഭക്തി പ്രദാനം ചെയ്തു. അത്രമാത്രം അദ്ദേഹം വരിച്ചത് അതാണ്, എനിക്ക് ഭക്തി മതി, അത് കിട്ടി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭക്തിക്കാണ് വില. നമ്മൾ സ്നേഹമാണ്, ഭഗവാനോടുള്ള സ്നേഹം, ഭക്തി, ബഹുമാനം, ആദരവ്. അത്രമാത്രം സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം ഇല്ലെങ്കിൽ ഏതുമില്ല. സ്നേഹമാണ് ഇതിനെല്ലാം മുഖ്യം. അപ്പോൾ എന്തു നേടിയാലും സ്നേഹമില്ലായ്മ കൊണ്ട് ഒന്നും നടക്കത്തില്ല. അപ്പോൾ എല്ലാവരും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നത് പോലും. ഇപ്പോൾ ഭഗവാനോട് നമ്മൾ എങ്ങനെ നിൽക്കുന്നു, അതാണ് ഈശ്വരൻ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു എന്താ പറയുന്നതിന്, അത്രമാത്രം സ്നേഹത്തോടു കൂടിയ ഒരു കൊടുത്തോളാൻ വയ്യാത്ത, അതാണ് അവിടെ മാലക്കാരൻ കൊടുത്തത്, അതുപോലെ നെയ്ത്തുകാരൻ കൊടുത്തത്. നമ്മൾ മനസ്സിലാക്കണം, നേരം വെളുത്തെണീക്കുമ്പോൾ ഭഗവാൻ എന്താ കൊടുക്കാനുള്ളത്, എന്തോ ആയിക്കൊള്ളട്ടെ, ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ. അത് നമ്മുടെ മനസ്സെങ്ങനെയാണ്, ഒരു വെമ്പലാണോ അതാ നോക്കുന്നത്. അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ എത്രമാത്രം സ്നേഹത്തോടെ ഭക്തിയോടെ അമ്മയ്ക്കും അച്ഛനും പിടിച്ചിരുത്തി, അമ്മ ഇത് കഴിക്കൂ, അത് എല്ലാം എടുത്ത് കൊടുക്കാനും പറയാനും സ്നേഹിക്കാനും മുത്തം കൊടുക്കാനും, ഇതൊക്കെയാണ്. അപ്പോൾ അമ്മയുടെ പ്രസാദം, അച്ഛൻ്റെ പ്രസാദം നമുക്ക് കിട്ടും.
അതേസമയം ഒരു അമ്മയും അച്ഛനും നമ്മുടെ വീട്ടിൽ കാണാൻ വന്ന വന്ന് കിളവന്മാർ, ഇനി അവർക്ക് പറ്റില്ല പാചകം ചെയ്യണം കൊടുക്കണം, എത്രയോ ബുദ്ധിമുട്ടി മനസ്സിന് ഇഷ്ടമില്ലാതെ തെളിച്ചമില്ലാതെ നമ്മൾ അച്ഛനമ്മയെ സൽക്കരിച്ചാൽ അവരുടെ മനസ്സിൽ എത്ര വിഷമമായിരിക്കും. അവർ ശപിക്കുകയൊന്നും വേണ്ട, അവർക്കത് കഴിക്കാനോ അവരോട് സ്നേഹിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാവും. വന്നതേ വിനയായല്ലോ, ഇവർക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അമ്മയും അച്ഛൻ്റെയും ആ മനസ്സ് എത്ര ദുഃഖമായിരിക്കും. അവരിൽ നിന്ന് പ്രസാദം നമുക്ക് കിട്ടുമോ? മനസ്സിൽ നിന്നല്ലേ വരേണ്ടുന്നത്. ഇത് അതുപോലെയാണ്. അത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയുടെയും അവസ്ഥ തന്നെയാണ്. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതുപോലെ ഭഗവാനോട് നമ്മൾ കാണിക്കേണ്ടുന്നത്. അപ്പോൾ ഭഗവാനോടാകുമ്പോൾ ഒരുപാട് അത്രമാത്രം വേണം. കാരണം ലോകപിതാവാണ് ഈ നമ്മുടെ ജനിപ്പിച്ച അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എല്ലാവരുടെയും പിതാവാണ് ഈശ്വരൻ. അപ്പോൾ നമ്മൾ എത്രമാത്രം ഭഗവാനോട് ഭക്തിയും ബഹുമാനവും സ്നേഹവും അത്രമാത്രം ഹൃദയത്തിലോട്ട് ഇഴിഞ്ഞിറങ്ങുന്ന ഭക്തിയോട് ഭഗവാനെ ആദരിക്കണം, കൊടുക്കണം. അപ്പോഴാണ് ഈശ്വരൻ്റെ കൃപയും നമുക്ക് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലിരിപ്പാണ് നമുക്ക് ഭഗവാനിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും നമ്മളാണ്. നമ്മളെങ്ങനെയാണ് അത് അവരിൽ നിന്ന് തനിയെ ഒഴുകി വരും. അവർ തരേന്നും വേണ്ട, അത് അവരിൽ നിന്ന് അതൊരു കാന്തവും സൂചിയും പോലെ ഒഴുകി വരും ഇങ്ങോട്ട് നമ്മളെ പ്രവൃത്തി കൊല്ലിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 4-ാം ശ്ലോകം വരെ വായിച്ചതിനെ പറ്റിയാണ് പറഞ്ഞത്. ശ്ലോകം 5. കുബ്ജാം അബ്ജ വിലോചനാം പതി പുനർ ദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കില അംഗരാഗം അതദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താം ഋജൂതാം അഥ പ്രഥയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹണൻ മഞ്ജുകരേണ താം ഉദനയസ്താവൽ ജഗൽ സുന്ദരീം. കുബ്ജാം അബ്ജ വിലോചനാം പതി പുനർദൃഷ്ട്വാംഗരാഗേ തയാ ദത്തേ സാധു കിലാംഗരാഗം അതദാസ്തസ്യാ മഹാന്തം ഹൃദി ചിത്തസ്താം ഋജൂതാം തെളിയുന്നില്ല അഥ പ്രഥയിതും ഗാത്രേപി തസ്യാ സ്ഫുടം ഗൃഹണൻ മഞ്ജുകരേണ താം ഉദനയസ്താവൽ ജഗൽ സുന്ദരീം. ഇവിടെ ഒരു സുന്ദരിയായ ഒരു കൂനിയെ കണ്ടു ഭഗവാൻ. സുന്ദരിയായ വെച്ചാൽ കാണാൻ സുന്ദരിയാണെങ്കിലും, അതായത് അവിടെ ഹൃദയമാണ് ഇവിടെ ഭഗവാൻ കാണുന്നത്. സുന്ദരി കാണാൻ എങ്ങനെ ഇരിക്കും? കൂനുള്ളൊരു സ്ത്രീയാണ്. മുതുകത്ത് ഒരു മുഴയുണ്ട്, അതാണ് കൂന്. എന്നാലോ സുന്ദരിയാണ് താനും. ഭഗവാൻ നോക്കുമ്പോൾ ആ ആകാം. അപ്പോൾ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ഒരു നിർമ്മലമായ ഒരു സുന്ദരി. അതുകൊണ്ടാണ് ഇവിടെ സുന്ദരി എന്ന് പറയുന്നത്. എന്നാൽ കൂനുള്ളതുകൊണ്ട് ദേഹം സുന്ദരമാണോ? അല്ല. അപ്പോൾ വഴിക്ക് സുന്ദരിയായ ഒരു കൂനിയെ കണ്ടു ഭഗവാൻ. അവളുടെ കയ്യിലാണെങ്കിലോ കുറിക്കൂട്ട്, എന്തായി അംഗരാഗം, കുറിക്കൂട്ടെന്നാ പറയാം, കുറിക്കൂട്ട് നിറച്ച പാത്രവും ഉണ്ടായിരുന്നു. ഉടനെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഇത് കണ്ടിട്ട് ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ, അങ്ങ് അവളോട് കുറിക്കൂട്ട് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങേക്ക് തന്നെ നൽകി. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാൻ ആ കൂനുള്ള സ്ത്രീയെ കണ്ടു. അവരുടെ കയ്യിലൊരു കുറിക്കൂട്ട് പാത്രവും ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഭഗവാൻ അവളോട് ചോദിക്കുന്നു, ഈ കുറിക്കൂട്ട് ആർക്കാണ്? കാരണം അതിന് മുന്നേ രജകൻ എന്ന് പറഞ്ഞൊരു ഭാണ്ഡം കൊണ്ടുപോയ രാജാവിന് കൊണ്ടുപോയപ്പം ഭഗവാന് കളിയാക്കി, നിനക്ക് ഇത് തന്നെ വേണോ? രാജകൊട്ടാരത്തിലെ രാജാവിൻ്റെ വസ്ത്രം തന്നെ ഉടുക്കുള്ളോ എന്ന് ചോദിച്ചപ്പം അവൻ്റെ തല നുള്ളിക്കളയേണ്ടി വന്നു. അതുപോലെ ഇതും ഈ കുറിക്കൂട്ട് കൊണ്ടുപോകുന്നത് കംസനാണെന്ന് ഭഗവാൻ അറിയാം. എങ്കിലും ചോദിച്ചില്ല, എനിക്കത് തരുമെന്ന് ചോദിച്ചില്ല. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്ത് അവളോട് ചോദിക്കുന്നു, ഈ കുറിക്കോട്ട് ആർക്കാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ അത് ഭഗവാന് തന്നെ അങ്ങ് കൊടുത്തു ഈ സ്ത്രീ. എന്താ കാരണം? അവിടെ ഉള്ളം അത്ര സുന്ദരിയാണ്, ഹൃദയം അത്ര സുന്ദരമാണ്. അതുകൊണ്ടാണ് അവൾ സുന്ദരി എന്നുള്ള വാക്ക്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, പുറമേ കണ്ടാൽ എന്ത് കോലമാണെങ്കിലും അകം എങ്ങനെയുണ്ടെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. നമുക്ക് മനുഷ്യർക്ക് ഒരുത്തരുടെയും ഹൃദയം അറിയാൻ പറ്റുന്നതില്ല. ആരെയും നമുക്ക് അളക്കാൻ പറ്റത്തില്ല അവരെങ്ങനെയാണ് അവരുടെ ഹൃദയവിശാലതയെന്ന്. ഇവിടെ ഭഗവാന് മാത്രം അറിയാം. അതുകൊണ്ട് ഭഗവാൻ ആ കൂനുള്ള സ്ത്രീ സുന്ദരിയാണെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ സുന്ദരിയാണോ, ഒരു സുന്ദരനാണോ? ഭഗവാൻ ഇഷ്ടം അതാണ്.
നമ്മൾ സുന്ദരനാവണം, സുന്ദരിയാവണം. ഇവിടെ ഹൃദയം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഇത് ആർക്കാ ഇത് കൊണ്ടുപോകുന്നത്? അപ്പോൾ ആ സുന്ദരി എന്ത് ചെയ്തു? കേട്ടപ്പോൾ തന്നെ ഭഗവാൻ അങ്ങ് കൊടുത്തു. അപ്പോൾ അങ്ങ് അവളുടെ, അതായത് ഭഗവാൻ അവളുടെ ഹൃദയത്തിൽ മഹത്തായ അനുരാഗം നൽകി. എത്രമാത്രമുള്ള ഒരു പ്രത്യേകത, ഒരു അനുഭൂതിയാണ് ഈ അനുരാഗം. അത് ഭഗവാൻ, അപ്പം കുറിക്കൂട്ടെന്നുള്ള അംഗരാഗമാണ് അവർ കൊടുത്തത്. അംഗരാഗം ഭഗവാന് കൊടുത്തപ്പോൾ ഭഗവാൻ അവരിൽ ലയിക്കാൻ ഭഗവാനിൽ ചേർന്നുള്ള ഒരു പ്രത്യേക ഒരു അനുരാഗം അവർക്ക് കൊടുത്തു. അനന്തരം അതിനുശേഷം അവളുടെ മനസ്സിൻ്റെ വളവില്ലായ്മ, അപ്പോൾ അവളുടെ മനസ്സ് വളഞ്ഞതല്ല, നേരായ മാർഗം, നേരായ ഹൃദയ വിശാലത, നിഷ്കളങ്ക ഭക്തിയും നിഷ്കളങ്ക ഹൃദയവും, അതാണ് വളയാത്ത മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ആ കൂനുള്ള സ്ത്രീയുടെ, കുബ്ജ എന്നാ പേര്, അവളുടെ മനസ്സിൻ്റെ വളവില്ലായ്മ, അതായത് നേരായ ഒരു പിന്നെ മനസ്സാണ്, ഒരു കളങ്കമില്ലാത്തത്. അത് അങ്ങനെയുള്ള ആ മനസ്സിൻ്റെ ശരീരത്തിലും, അപ്പോൾ ആ കുബ്ജയുടെ ശരീരത്തിലാണെങ്കിലോ വളവുണ്ട്. അതിന് വ്യക്തമാക്കുന്നതിന് അവളെ പിടിച്ച് കൈകൊണ്ട് ഒന്ന് നിവർത്തി അങ്ങ് നിർത്തി ഭഗവാൻ. ഭഗവാൻ വിചാരിച്ചു, ഇവളെ ഉള്ളം അത്ര സുന്ദരിയാണ്, എന്നാൽ നല്ല സുന്ദരിയായ ശരീരവും കൂടെ ഇരിക്കട്ടെ. അത്രമാത്രം ഹൃദയശുദ്ധി ഉള്ളതുകൊണ്ട് ഭഗവാൻ അവരുടെ കൂനങ്ങ് മാറ്റി അപ്പോൾ എന്ത് വരുന്നു? പിടിച്ച് കൈകൊണ്ട് ഒന്ന് നിവർത്തി അങ്ങ് നിർത്തിയവൻ ഈ സ്ത്രീയെ, കുബ്ജയെ. ഉടനെ തന്നെ അവൾ ഭൂലോക സുന്ദരിയായി കാണപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും വയ്യായ്മയോ വല്ല രോഗാവസ്ഥയായാലും നമുക്ക് വയ്യാതെ വരുമല്ലോ. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ ഭഗവാൻ നമ്മുടെ ശരീരത്തിൻ്റെ യോഗ്യത കുറവ് അത് ഭഗവാൻ നികത്തിത്തരും. അതാണ് ഈശ്വരൻ ഇവിടെ കുബ്ജയ്ക്ക് കൊടുത്ത എന്താ കാരണം? അവിടെ ഹൃദയശുദ്ധി കൊണ്ടാണ്. ഹൃദയം സുന്ദരിയായിരുന്നു, അതുകൊണ്ട് അവരുടെ ശരീരവും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി ഭഗവാൻ അവരുടെ കൂനിനെ മാറ്റി പൂലൊക്കെ സുന്ദരിയാക്കി കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ കൃപാ കടാക്ഷം കൊണ്ട് കൂനിയായ സ്ത്രീ ഒരു നിർമ്മല ഗാത്രിയായി, സുന്ദരിയായി. നിർമ്മല ഗാത്ര, ശരീരവും നിർമ്മലമായി, മനസ്സും നിർമ്മലം. മനസ്സ് അവർക്ക് നേരത്തെ നിർമ്മലമാണ്, ഒരു കളങ്കമില്ല. അതുകൊണ്ടാണല്ലോ ഭഗവാന് സന്തോഷമായിട്ട് ഇതെവിടേക്ക് കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് കംസന് അന്നത്തെ അവർക്ക് അയാൾക്ക് കൊടുക്കുന്ന ഈ അംഗരാഗം. അപ്പോൾ ഇത് ഭഗവാൻ തന്നെ അത്ര ആനന്ദത്തോടെ അവർ കൊടുത്തു. മനസ്സിൻ്റെ തൃപ്തികരം. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇങ്ങനെ ഉണ്ടോ? ഈശ്വരൻ ചോദിക്കാതെ നമ്മൾ സന്തോഷമായിട്ട് കൊടുക്കുന്നുണ്ടോ? രാവിലെ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈശ്വരനെ പ്രാർത്ഥിച്ച് ഭഗവാന് ഒരു കിണ്ടി വെള്ളമോ ഒരു തുളസിയോ പുഷ്പമോ നമ്മൾ സന്തോഷമായിട്ടാണോ ഭഗവാന് കൊടുക്കുന്നത്? അതോ ഇതിൻ്റെ കടമ നിത്യമേ ചെയ്യേണ്ട ജോലിയാണല്ലോ എന്നും പറഞ്ഞാണോ ഇതൊക്കെ ചെയ്യുന്നത്? എന്താ നമ്മളിൽ ഉള്ളത്, അത് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെ ആ സ്ത്രീ നിർമ്മല ഗാത്രിയും സുന്ദരിയായി മാറിക്കഴിഞ്ഞു. നമ്മളെ ഓരോരുത്തരെയും ഈശ്വരൻ അങ്ങനെ ആക്കും. ഭഗവാൻ അങ്ങനെ ഒരു ഭക്തനാവണം, ഒരു ഭക്തയാവണം നമ്മൾ. എങ്ങനെയാണ്? ഭഗവാനുള്ള ചിന്തയെ ഏറ്റവും ഒന്നാം സ്ഥാനം. അത് അത്ര നിർമ്മലമായിരിക്കണം നമ്മുടെ ഹൃദയം. അപ്പോഴാണ് ഭഗവാൻ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം അങ്ങ് മാറ്റും, സുന്ദരമാക്കും. അത് ഈശ്വരനോടുള്ള, അപ്പോൾ ഈശ്വരൻ സ്വന്തം മക്കളാണ് നമ്മളെല്ലാം. പിതാവാണ് ഈശ്വരൻ. നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടോ ശരീരത്തിന് കുറവ് നികത്തണമെങ്കിൽ നമുക്ക് സർവ്വ കാര്യങ്ങളും നമ്മുടെ ഗൃഹത്തിൽ വേണം. എന്നാലേ നമുക്കുള്ള ശരീരത്തിനും സുഖം കിട്ടും. എല്ലാ ആഭരണങ്ങളും ആഹാരങ്ങളും അതായത് ഭൗതികമായ എല്ലാം തന്നെ ആണ് നമ്മുടെ ശരീരത്തിൻ്റെ വളവ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിനൊരു കൂന് എങ്ങനെ വന്നു? എനിക്കൊന്നുമില്ലേ ഭഗവാനെ, ഈ കുറിക്കൂട്ട് കൊണ്ട് കൊടുത്തിട്ട് വേണം എൻ്റെ ജീവിതം നയിക്കാൻ എന്ന് ചിന്തിക്കും ഈ കുബ്ജ. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളവ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം നിത്യവൃത്തി കഴിഞ്ഞ് പോകാനുള്ള ഗതികേട് കൊണ്ട് ആരെയും മുഖത്ത് നോക്കാതെ കൂനി അങ്ങ് പോകും. ഇത് വിറ്റ് വേണം, അല്ലെങ്കിൽ ഇത് കൊണ്ട് കൊടുത്തിട്ട് വേണം അവരുടെ ജീവിതം. അപ്പം നമ്മൾ ധരിക്കണം, നമ്മളിത് മനസ്സിലാക്കുന്നത് ഇങ്ങനെ, നമുക്ക് ശരീരത്തിന് കൂനുണ്ടോ അതൊരു കുറവാണ്. എന്ത് കുറവാണ്? ഭൗതികമായ യാതൊന്നും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഒന്നും തന്നെ നമുക്ക് നിവൃത്തിയില്ലാത്ത ജീവിതമായിരിക്കും. അതാണ് നമ്മുടെ വളവ്. അത് മനസ്സാണെങ്കിലോ ശുദ്ധമാണ്. ഈശ്വരൻ സർവ്വതും കൊടുത്ത് ആനന്ദമാക്കുന്നത് ഈശ്വരൻ വിചാരിച്ചാൽ കാരണം കുചേലനെ നമുക്കറിയാം. കുചേലനും വളവുണ്ടായിരുന്നു, എന്നുവെച്ചാൽ നിത്യവൃത്തി കഴിക്കാൻ വയ്യാത്ത വളവ്. അകം ശുദ്ധവും. ഭഗവാൻ എന്ത് കൊടുത്തു? ചെന്ന് കണ്ടപ്പോൾ എല്ലാം മണിമാളികയും സർവ്വ ഭാര്യയെ വന്ന് കണ്ടപ്പോൾ എല്ലാം നോക്കുമ്പോൾ എന്താ, ജോലിക്കാർ വരെയുണ്ട്.
ദാസിമാരുണ്ട്. എന്തില്ല എല്ലാം കൊടുത്തു. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഈ കൂനെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു കൂനുണ്ട് പുറമേ. ചിലർക്ക് അകത്ത് കൂന് കണ്ടിട്ട് വെളിയിൽ കൂനില്ലാതെയും വരാം. ഏതെങ്കിലും ഒന്ന് കാണും. പക്ഷേ ഭഗവാന് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന് കൂനുണ്ടോ ഇല്ലയോ എന്നാ. ഹൃദയം കൂനില്ലാത്തതാണോ? ഭഗവാനുള്ള ചിന്തയും നമുക്കും ഇതുപോലെ ഉള്ളത് കൊടുക്കാൻ തയ്യാറാണോ? ഭഗവാന് സ്നേഹത്തോടൊരു വാക്കും ഒരു പ്രാർത്ഥനയും ഒരു പുഷ്പവും സന്തോഷത്തോടെ നമ്മൾ കൊടുക്കുന്നത് എന്തുണ്ടെങ്കിലും അതാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോഴാണ് നമുക്കുള്ളേയും പുറമേയുള്ള കൂന് മാറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ശ്ലോകമേ ചൊല്ലിയുള്ളൂ. ഒന്നാവട്ടെ, അത് മതി. എല്ലാവർക്കും ഇത് മനസ്സിലാകണം മക്കളെ. നമുക്ക് പുറമേയുള്ള കൂന് മാറ്റണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം. എന്താ ഭഗവാന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ശുദ്ധമാണോ, അപ്പോൾ ഈശ്വരൻ മറ്റ് കാര്യങ്ങളെല്ലാം നിറവേറ്റി തരും. അപ്പോൾ നമുക്ക് പുറമേ ആര് നോക്കിയാലും നമുക്ക് ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ പറയും, ഓ അവൾ എന്നും കിടന്ന് ചുമ്മാ കിടന്ന് ഭക്തിപൂർവ്വം ഭാഗവതം വായിക്കുന്നു, ഭജിക്കുന്നു, പക്ഷേ എന്ത് ചെയ്യാം, അവളെ പുറത്തെ കൂന് മാറുന്നില്ലല്ലോ എന്ന് മറ്റുള്ളവർ പറയരുത്. അപ്പോൾ എന്താ, എത്രമാത്രം പ്രാർത്ഥിച്ചാലും ഫലമില്ലാത്ത മനസ്സ് തെറ്റായ രീതിയിൽ ഈശ്വരനുള്ള പ്രേമമില്ലാതെ വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടെ ഭഗവാനെ ഏക്കുമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കണം. ഈശ്വര എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഇഴിഞ്ഞിറങ്ങിക്കൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് എനിക്കൊരു ഫലവുമില്ല, പക്ഷേ ഭഗവാൻ കേട്ടിട്ടില്ല. നമ്മുടെ ഉള്ളിലെ വിഷമവും ആ ഭഗവാനുള്ള ഒരു എത്ര പറയാം, ആ ഭക്തിയും സ്നേഹവും കൂടെ ചെല്ലുമ്പോഴേ, അതായത് ഒരു പുഷ്പത്തിന് കാണാൻ ഭംഗിയുണ്ടല്ലോ അതിനകത്തൊരു മണവും കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിലോട്ട് തട്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം. അതാണ് ഈശ്വരൻ നോക്കുന്നത്. ഹൃദയത്തിൽ തട്ടുന്ന അന്നേരമേ ഭഗവാൻ അത് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ നമ്മൾ മറ്റെന്തൊക്കെയോ വായിച്ചു പോണത് പോലെ അങ്ങ് പോകും. ഭഗവാൻ കേൾക്കത്തില്ല. ഭഗവാൻ കേൾക്കാൻ ചെവി അതിനകത്ത് വരത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹം അറിയത്തുള്ളൂ. അതാണ് പ്രാർത്ഥന പലവിധമുണ്ട്. എല്ലാവരും ഒരുപാട് കാലം കൊണ്ട് പ്രാർത്ഥിക്കും, എന്താ ഫലമില്ലാത്തേ? യഥാർത്ഥമായ പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടാണ്. വേദനയും വിഷമവും ഭഗവാനുള്ള ഭക്തിയും സ്നേഹവും എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ, ഭഗവാനെ എനിക്ക് എൻ്റെ കണ്ണനല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? അവിടെ കേൾക്കുന്നില്ലേ ഭഗവാനെ? എന്താ എൻ്റെ കാര്യങ്ങൾക്ക്? അങ്ങനെ നമ്മളങ്ങോട്ട് ഹൃദയത്തിലോട്ടൊരു നൊമ്പരം വന്നും കൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. അപ്പോഴാണ് ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.